നമസ്കാരം. ടി20 ലോകകപ്പിൽ ഇന്ത്യ സൂപ്പർ 8ലേക്ക് രാജകീയമായി തന്നെ പ്രവേശിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനെതിരായ വമ്പൻ ജയത്തിൽ ഉപരി ഏകപക്ഷീയമായ മത്സരങ്ങൾ ആയിരുന്നില്ല ശരിക്കും USA, നെതർലാൻഡ്സ് എന്നീ ടീമുകൾക്കെതിരെ നടന്ന ആ പറഞ്ഞാൽ തെറ്റില്ല. ഒരുപക്ഷെ സൂപ്പർ 8 ഉറപ്പിച്ചതിനാൽ ഇന്ത്യ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ നിന്നതാവാമെന്നും പലരും കരുതുന്നു. എന്നാൽ ഈ മത്സരത്തിലും അഭിഷേക് ശർമ്മ ഓപ്പണർ സ്ഥാനത്ത് ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടൂർണമെന്റിൽ ഒരു മത്സരത്തിൽ പരിക്ക് പറ്റിയതിനെ തുടർന്ന് മാറി നിൽക്കേണ്ടി വന്നതൊഴിച്ച് നിർത്തിയാൽ തന്നെ അഭിഷേക് ബാക്കി 3 മത്സരങ്ങളും കളിച്ചിരുന്നു. അതിൽ 3ലും സംപൂജ്യനായിട്ടാണ് താരം മടങ്ങിയതെന്നാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഇതോടെ ഇപ്പോൾ കാര്യങ്ങൾ സഞ്ജു സാംസണിന് അനുകൂലമായി തിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ നെതർലാൻഡ്സിനെതിരെ നടന്ന മത്സരത്തിൽ അഭിഷേക് ശർമ്മ തുടർച്ചയായി 3ാം തവണയും 0-ന് പുറത്തായതോടെ ഈ ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നു. ടി20 ലോകകപ്പിൽ USA, പാകിസ്ഥാൻ എന്നിവർക്കെതിരായ മത്സരങ്ങളിലും അഭിഷേകിന് ഇതുവരെ റൺസൊന്നും നേടാനായിട്ടില്ല. അതേസമയം അഭിഷേകിന് പകരക്കാരനായി നമീബിയക്കെതിരെ ഒരു അവസരം ലഭിച്ച സഞ്ജു 3 സിക്സറും 1 ബൗണ്ടറിയും അടക്കം 8 പന്തിൽ 22 റൺസ് നേടി. പിന്നീട് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയെങ്കിലും അത് ഇഷാൻ കിഷന് ഊർജം നൽകി. ഈ ലോകകപ്പിൽ അഭിഷേകിന്റെ തുടക്കം വളരെ മോശമായിരുന്നു. ടൂർണമെന്റിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ USAക്കെതിരെ ഗോൾഡൻ ഡക്കിൽ പുറത്തായ അദ്ദേഹം പാകിസ്ഥാനെതിരെ റൺ നിരക്ക് കൂട്ടാനുള്ള ശ്രമത്തിൽ മിഡ് ഓണിൽ ക്യാച്ച് നൽകി മടങ്ങി. നെതർലാൻഡ്സിനെതിരെയും റൺസൊന്നും നേടാതെ മടങ്ങിയപ്പോൾ 3 മത്സരങ്ങളിലും ആദ്യ 2 ഓവറിനുള്ളിൽ തന്നെ പുറത്തായി. ഇത് പവർ പ്ലേയിൽ ഇന്ത്യയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു. തുടർച്ചയായ കുറഞ്ഞ സ്കോറുകൾ കാരണം സഞ്ജുവിന് കഴിഞ്ഞ അവസരങ്ങളിൽ പ്ലേയിങ് 11-ൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല. നമീബിയക്കെതിരെ നടന്ന ഏക മത്സരത്തിലും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. 2026-ൽ കളിച്ച 6 ടി20 മത്സരങ്ങളിൽ നിന്ന് 11.33 ശരാശരിയിൽ ആകെ 68 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. എന്നാൽ ടൂർണമെന്റിന്റെ നിർണായക ഘട്ടമായ സൂപ്പർ 8-ൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് എന്നിവരുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ അഭിഷേകിന്റെ മോശം ഫോം കണക്കിലെടുത്ത് സൂര്യകുമാർ നയിക്കുന്ന ടീം സഞ്ജുവിനെ പ്ലേയിങ് 11-ലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധ്യത ഏറെ തന്നെയാണെന്നുള്ള വിലയിരുത്തലുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സഞ്ജുവിന്റെ മികച്ച റെക്കോർഡും ടീം മാനേജ്മെന്റിന് പരിഗണിക്കാനുള്ള ശക്തമായ കാരണമായി കാണുന്നുണ്ട്. ക്രോട്ടീസിനെതിരായി കളിച്ച 5 ടി20 മത്സരത്തിനും 21 വയസ്സുകാരനായ സഞ്ജു 63.2 ശരാശരിയിൽ 190.2 സ്ട്രൈക്ക് റേറ്റിലും 253 റൺസ് നേടിയിട്ടുണ്ട്. 2 സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് സൂപ്പർ 8-ൽ പരിഗണിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്നതും നോക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം.